ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. മാവ് അരച്ച ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി 7 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചോറാണ്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് മഞ്ഞക്കുറുവയുടെ ചോറാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ചോറ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ മാവ് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും തരികളൊന്നും ഉണ്ടാവരുതേ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ജാറ് കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല. ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ദോശ എന്തായെന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ മറ്റുള്ള എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ പച്ചരി കൊണ്ടുള്ള ഈ ഒരു സോഫ്റ്റ് ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദോശ കണ്ടോ, ഇതും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. തലേ ദിവസം മാവ് അരച്ചു വയ്ക്കാതെ, ഉഴുന്ന് ചേർക്കാതെ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഒരു ദോശ കഴിക്കാവുന്നതാണ്. പിന്നെ അത് എത്ര സമയം ഇരുന്നാലും ഹാർഡായി പോകത്തൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു ദോശ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു കറിക്കൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് ഓവർ ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഓവർ ടൈറ്റായി പോകാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എടുത്താൽ മതി. എല്ലാവർക്കും എൻ്റെ റോ റൈസ് ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.